ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രീ വെഡിങ് സ്കിൻ കെയർ റുട്ടീനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഓൾറെഡി എൻ്റെ വീട്ടിലൊരു കല്യാണം ഫംഗ്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സ്കിൻ കെയർ റുട്ടീനൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. പെട്ടെന്ന് ഉള്ളൊരു ഡേറ്റൊക്കെ പെട്ടെന്ന് എടുത്തുകൊണ്ട് നമുക്ക് ഒരു അധികം നാൾ കിട്ടിയില്ല. ഒരു 1 മന്തൊക്കെ സ്കിൻ കെയർ റുട്ടീന് വേണ്ടിയിട്ട് കിട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് 12 മന്ത്സ് ബിഫോർ വെഡിങ്. അതായത് 12 മന്ത്സ് നിങ്ങൾ ബിഫോർ വെഡിങ്ങിന് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഫോളോ ദ കൺസിസ്റ്റൻറ്റ് സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളൊരു സ്കിൻ കെയർ റുട്ടീൻസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 12 മന്ത്സ് അല്ലെങ്കിൽ ഒരു 1 ഇയർ ബിഫോർ വെഡിങ്ങിന് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം നിങ്ങളുടെ സ്കിൻ കാണിച്ചിട്ട് അതിനനുസരിച്ചുള്ള സ്കിൻ കെയർ റുട്ടീൻസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഇനി 6 മന്ത്സ് ബിഫോർ വെഡിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ലൈക്ക് റെറ്റിനോൾ, വൈറ്റമിൻ സി, നയാസിനമൈഡ് തുടങ്ങിയ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് നിങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. ഇത് നിങ്ങളുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാനും അതേപോലെ സ്കിൻ നല്ല ഗ്ലോ ആക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞത് 6 മന്ത്സ് ബിഫോർ വെഡിങ് ആണ്. അത് ഞാൻ പറഞ്ഞത് 12 മന്ത്സ് ബിഫോർ വെഡിങ്. അപ്പോൾ എന്തായാലും നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് ഡെർമറ്റോളജിസ്റ്റിൻ്റെ പേഴ്സണൽ അഡ്വൈസ് അനുസരിച്ചിട്ടുള്ള സ്കിൻ കെയർ റുട്ടീൻ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി 3 മന്ത്സ് ബിഫോർ വെഡിങ് ആണെന്നുണ്ടെങ്കിൽ ഫോക്കസ് ഓൺ ബ്രൈറ്റനിങ് ആൻഡ് ഈവനിങ് ഔട്ട് സ്കിൻ ടോൺ വിത്ത് പ്രൊഡക്ട്സ് കണ്ടെയ്നിങ്, അതായത് ഗ്രേപ്പ് ഫ്രൂട്ട്, അതായത് എന്താ പറയുക, ഗ്രേപ്പ് ഫ്രൂട്ട് കണ്ടെയ്നിങ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇത് നിങ്ങളുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ സ്കിന്നിനെ നല്ല ഗ്ലോ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ ഗ്രേപ്പ് ഫ്രൂട്ട് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ധാരാളം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത്ര മാക്സിമം ഗ്രേപ്സ് കഴിച്ചാലും മതി. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിനെ ഒരു ബ്രൈറ്റ് ആക്കി നിർത്താനും ഒരു ഈവൻ സ്കിൻ ടോൺ തരാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇനി എൻ്റെ പോലെ നിങ്ങൾക്കൊരു 1 മന്തൊക്കെ ഉള്ളൂ കല്യാണത്തിന്, ഇനി 1 മന്തൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ക്ലീനപ്പ് ചെയ്യുക, ഒരു ഫേഷ്യലൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ വീട്ടിൽ ചെയ്യുക, ഞാനിപ്പോൾ വീട്ടിൽ ചെയ്യാവുന്ന ഹോം റെമഡീസ് ഒക്കെ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഒരു ഫേഷ്യലും ക്ലീനപ്പും ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ സ്കിന്നിനെ പെട്ടെന്ന്, നമുക്ക് സമയമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു പപ്പായ ഫേഷ്യലോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഫേഷ്യലാണ് പ്രിഫർ ചെയ്യുന്നത് അത് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിനെ കുറച്ച് പെട്ടെന്ന് ബ്രൈറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രീ വെഡിങ് സ്കിൻ കെയർ ടൈം ലൈൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് എസെൻഷ്യൽ സ്കിൻ കെയർ സ്റ്റെപ്സ് ആണ്. അതായത് സ്റ്റെപ്സ് നമുക്കറിയാം. ആദ്യം നമ്മളൊരു നല്ലൊരു ക്ലെൻസർ വെച്ചിട്ട് നന്നായിട്ട് മുഖം ക്ലെൻസ് ചെയ്യുക. ഒരു ജെന്റൽ ക്ലെൻസർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. പിന്നെ നമ്മൾ ഒരു ടോണർ യൂസ് ചെയ്യുക. അതായത് നമ്മുടെ സ്കിന്നിന് ഏത് ടോണറാണോ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ടോണറാണോ അത് വെച്ചിട്ട് ഒരു ടോണർ യൂസ് ചെയ്യുക. ദെൻ ഒരു സിറം യൂസ് ചെയ്യുക. അതും നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഒരു സിറം യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു സിറം യൂസ് ചെയ്യുക. ദെൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. അതിപ്പം 12 മന്ത്സ് ആയാലും അല്ലെങ്കിൽ 6 മന്ത്സ് ആയാലും 3 മന്ത്സ് ആയാലും 1 മന്ത് ആയാലും നിങ്ങളുടെ സ്കിൻ കെയർ നിങ്ങൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യത്തെ ക്ലൻസിങ്, പിന്നെ ടോണർ, സിറം, മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ ഇത്ര യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. അതെന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. സ്കിൻ കെയർ കറക്റ്റായിട്ട് ചെയ്ത് തന്നെ പോവുക. അടുത്തായിട്ട് പറയാൻ പോകുന്നത് വെഡിങ് ഡേ സ്കിൻ കെയർ ടിപ്സ് ആണ്. അതിനകത്ത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കീപ് യുവർ സ്കിൻ കെയർ റുട്ടീൻ സിമ്പിൾ. നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീൻസ് സിമ്പിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുക. സിമ്പിളായിട്ട് ചെയ്യുക. അതായത് നിങ്ങളൊരു പുതിയ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനോ ഒന്നും ആ സമയത്ത് പോകരുത്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പരീക്ഷിക്കരുതൊന്നും. നിങ്ങൾ സ്കിൻ കെയർ റുട്ടീൻ കറക്റ്റായിട്ട് ചെയ്തു പോവുക. അത് സിമ്പിളായിട്ട് ചെയ്തുകൊണ്ട് പോവുക. അടുത്തതായിട്ട് ഹൈഡ്രേറ്റ്. അതായത് നിങ്ങൾ ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കുക. ധാരാളം വെള്ളം കുടിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നതിനകത്ത് പിശ് കാണിക്കുകയോ ചെയ്യരുത്. ഒരു 2 ലിറ്റർ 3 ലിറ്റർ വെള്ളം ഒരു ദിവസം നന്നായിട്ട് കുടിക്കുക. ഇപ്പം ഞാൻ വിചാരിക്കും ആരെയും പറയുന്നത്, ഞാൻ അത്രയൊന്നും കുടിക്കാറില്ല. പക്ഷെ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചിട്ട് നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക. അത് വെഡിങ് ടൈമിലെന്നല്ല, എപ്പോഴും നമ്മുടെ വെള്ളം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വെള്ളം നന്നായിട്ട് കുടിക്കാനായിട്ട് നോക്കുക. അടുത്തത് ഗെറ്റ് ഇനഫ് സ്ലീപ്പ്. അതായത് നന്നായിട്ട് ഉറങ്ങുക. ഒരു 8 മണിക്കൂറെങ്കിലും നിങ്ങൾ നന്നായിട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഉറങ്ങുന്നതിന് കറക്റ്റ് ഒരു സമയം വെക്കുക. ഒരു 10 മണിക്ക് കിടന്നിട്ട് രാവിലെ ഒരു 7 മണിക്ക് എണീക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ആ ഉറക്കം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആ ഉറക്കക്കുറവ് നിങ്ങളുടെ മുഖത്തെ നന്നായിട്ട് ബാധിക്കും. എൻ്റെ പോലെ
അപ്പോൾ അത് നിങ്ങളുടെ മുഖത്തിന് നന്നായിട്ട് ബാധിക്കും. അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങാനായിട്ട് നോക്കുക. അടുത്തൊരു മെയിൻ പോയിന്റാണ് മാനേജ് സ്ട്രെസ്. അതായത് സ്ട്രെസ്സിനെ മാനേജ് ചെയ്തുകൊണ്ട് പോവുക. ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ ഭയങ്കര പ്രഷറിലും സ്ട്രെസ്സിലും എപ്പോഴും നടക്കുന്ന നിങ്ങളുടെ മുഖത്തിനെ ഭയങ്കരമായിട്ട് മുഖത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ സ്ട്രെസ്സ് കീപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് സ്ട്രെസ്സ് കീപ്പ് ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു യോഗ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഡീപ്പ് ബ്രത്ത് എടുക്കുകയോ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യുക. നിങ്ങൾ എന്താണോ നിങ്ങളുടെ സ്ട്രെസ്സിനെ ഒഴിവാക്കുന്നത് കൂടുതലായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. മാനേജ് സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് മാനേജ് ചെയ്യുക. കാരണം നമ്മൾ ചെറിയൊരു സ്ട്രെസ്സ്, നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്കത് കൂടുതലായിട്ട് നമ്മുടെ കണ്ണിനെയും നമ്മുടെ സ്കിന്നിനെയും അത് ബാധിക്കും. നമ്മൾ പറഞ്ഞിട്ടില്ല, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന അവരുടെ സ്കിൻ അവരെ കാണാനും ഭയങ്കര പോസിറ്റീവ് എന്ന് വിചാരിക്കും, സ്കിന്ന് നല്ലതായിരിക്കും. അതാണ് അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരു ഇതെന്ന് പറയുന്നത്. സ്ട്രെസ് എപ്പോഴും കുറയ്ക്കാനായിട്ട് നോക്കുക. നമ്മൾ ഒരു ബ്രീതിങ് എക്സസൈസോ അല്ലെന്നുണ്ടെങ്കിൽ യോഗ ഒക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. അപ്പോൾ ഇതാണ് പ്രീ വെഡിങ് സ്കിൻ കെയർ. അടുത്തായിട്ട് പറയാൻ പോകുന്നത് കോമൺ സ്കിൻ കൺസേൺസ് ആൻഡ് സൊല്യൂഷൻസ് ആണ്. ഒന്നാമത്തെന്ന് പറയുമ്പോൾ ആക്നെ വരുന്നവർക്ക് നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് അല്ലെന്നുണ്ടെങ്കിൽ ടീ ട്രീ ഓയിൽ ഇതൊക്കെ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് ആക്നെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നുള്ളത് ഏജിങ് ഉള്ളവർക്ക് നിങ്ങൾക്ക് റെറ്റിനോൾ അതേപോലെ തന്നെ വൈറ്റമിൻ സി ഇതൊക്കെ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മുടെ ഏജിങ് കുറയ്ക്കും. പിന്നുള്ളത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് തന്നെ നന്നായിട്ട് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ട് എൻ്റെ വായയുടെ ചുറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് നയസിനമൈഡ് അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി സിറംസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. ഇനിയുള്ളത് ഡ്രൈനെസ് ആണ്. ഡ്രൈനെസ് വരുമ്പോൾ ഓഫ് കോഴ്സ് സ്കിൻ നമ്മൾ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മുടെ ഡ്രൈനെസ് ഭയങ്കരമായിട്ട് കുറയ്ക്കും. അപ്പോൾ ഇതൊക്കെയാണ് ആക്നെ, അതേപോലെ ഏജിങ്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ഡ്രൈനെസ് ഇതൊക്കെ കുറയ്ക്കാനുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ലാസ്റ്റായിട്ട് പറയാനുള്ളത് പ്രൊഫഷണൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അതായത് ഇനി നിങ്ങൾക്ക് ഇതൊന്നുമല്ല, ഇത്ര ക്ഷമയൊന്നുമില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് നല്ല ബ്രൈറ്റായി നല്ല ഗ്ലോ ആയൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാം. അതായത് ഫേഷ്യൽസ് ചെയ്യാം, കെമിക്കൽ പീൽസ് ചെയ്യാം, ലേസർ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാം. ഇതേപോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് നിങ്ങൾ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊഫഷണൽ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ സ്കിൻ കെയർ ചെയ്യാന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ ഈ പ്രീ വെഡിങ് പ്രിപ്പറേഷൻസ് അല്ലെങ്കിലും നമ്മൾ സ്കിൻ കെയർ റുട്ടീൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് പോകണം. പെൺപിള്ളേർ നമ്മളെപ്പോഴും അത് ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ സ്കിൻ കെയർ റുട്ടീൻസ് ഫോളോ ചെയ്തുകൊണ്ട് പോവുക. അപ്പോൾ എല്ലാവരുടെയും ഒരു നല്ല സ്കിൻ ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.